ദൈവം എന്നോട് പറയുന്നതെന്നു, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും. നിന്റെ മുൻപിലുള്ള പഴയതെല്ലാം ദൈവം കീറിക്കളയാൻ പോവാ, എന്നിട്ട് പുതിയൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. നീ ആയുസിൽ ഒരുപാട് കരഞ്ഞവളാ, മരിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞവളാ, ആത്മഹത്യ എന്നൊരു കാര്യം നിന്റെ മുമ്പിൽ എഴുന്നേറ്റു വന്നതാ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം സ്നേഹത്തോടെ നിന്റെ മേൽ ഇറങ്ങി വരിക. ഞാൻ കാണുന്ന എന്നാന്നറിയാം, നീ നിന്റെ കുടുംബമായിട്ട് ഇറ്റലി ചെന്ന് താമസിക്കും. ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരും. നിന്റെ രണ്ടൊക്കത്തും കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ ഒരു വെളിപ്പാട് ഞാൻ കാണുക. മക്കളെ, നിന്നെ ഇറ്റലി വരെ ദൈവം കൊണ്ടുപോയതാ. നീ ഇവിടം വരെ എത്തുമെന്നൊന്നും പ്രതീക്ഷയല്ല. എല്ലാവരും നിന്നെ തള്ളിയതാ. മരിക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നല്ലേ ഒത്തിരി പ്രാവശ്യം. നിനക്ക് ഈ ആത്മഹത്യക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. സത്യം ഉണ്ട്. എന്നോട് ദൈവം പറയാ, നീ മരിക്കണ്ട, നിന്നെ യേശുവിന് ഇഷ്ടാ. നിന്റെ ജീവിതമൊക്കെ ഇന്ന് രാവിലെ മാറ്റിമറിക്കുക. ഇറ്റലി ദൈവം നിനക്ക് വീട് തരും കേട്ടോ. ഇറ്റലി ദൈവം നിന്നെ ആദരിക്കും കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുക. ഇറ്റലി നീ വാഹനം ഓടിച്ച് യാത്ര ചെയ്യുന്നൊരു വെളിപ്പാട് ഞാൻ കാണുക. നിന്റെ കുടുംബത്തെ ഉയർത്തുന്ന പോലെ ഇവിടെ സ്വകുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന പൈശാചിക സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്ന. മക്കളെ, എന്നോട് ഞാൻ പ്രവചനം പറയുന്നു, നിനക്ക് ഇറ്റലി വീട് കിട്ടും. വീടിന് കൊടുത്തേക്കുവാ, കൈയടിച്ചു രാമയും പറ. ഇവിടെ നിന്ന് ഇറ്റലി വരെ കാണാൻ പറ്റുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ വീട് അറിയാവുന്ന ഒരാള് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ കുടുംബം അറിയാം. മക്കളെ, ഞാൻ നിന്നോട് ഒരു പ്രവചനം പറയുക. എത്ര ദൈവം ഉയർത്തിയാലും യേശുവിനെ മറക്കല്ല. യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുമല്ലോ. നീ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് മാറും. ഇറ്റലി നിനക്കൊരു പ്രയർ ഗ്രൂപ്പ് ദൈവം തരും. നീ അതിന്റെ ലീഡർഷിപ്പിൽ വരും. ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. നിന്റെ പഴയതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല.